പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വരുന്ന വിവരങ്ങൾ ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ക്രാഷ് ലാൻഡ് ചെയ്തുവെന്നതാണ് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയാണ് NCP നേതാവ് കൂടിയായ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ വിമാനം തകർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വരുന്നില്ല. ബാരാമതിയിലാണ് ഈ അപകടമുണ്ടായത്. ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നേരത്തെ വന്നിരുന്ന വാർത്ത ക്രാഷ് ലാൻഡ് ചെയ്തു, അതായത് സുരക്ഷയുടെ ഭാഗമായി അടിയന്തരമായി വിമാനം ഇറക്കി എന്ന റിപ്പോർട്ടുകളാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത്തരത്തിലല്ല റിപ്പോർട്ടുകൾ വരുന്നത് എന്ന ഒരു ഗൗരവമായൊരു വിഷയം കൂടിയുണ്ട്. അത് തകർന്നു വീണിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ബാരാമതിയിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ബാരാമതി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ സാങ്കേതിക തകരാറ് മൂലം ഇറങ്ങുന്നതിനിടെ തകർന്നു വീഴുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നത്. ഇത് അപകടത്തിൻ്റെ സംബന്ധിച്ച ഏത് രീതിയിലാണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്നതാണ്, ഈ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം പ്രദേശമാണ് ബാരാമതി എന്ന് പറയുന്നത്. ബാരാമതിയിൽ അദ്ദേഹം തൻ്റെ ഏത് സർക്കാർ ആവശ്യത്തിനാണോ മറ്റാവശ്യങ്ങൾക്കാണോ എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഇനി വരാനുണ്ട്. എന്ത് തന്നെയായാലും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അജിത് പവാറിൻ്റെ വിമാനം തകർന്നു വീണു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാൻഡിംഗ് സമയത്ത് എന്തെങ്കിലും സാങ്കേതിക തകരാറായിരിക്കാം ഒരു പക്ഷേ ഈ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തകർന്നു വീണ് തീപിടിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. തീപിടിച്ചു എന്ന സൂചനകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അമൽ, യെസ്, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയാണ് അജിത് പവാർ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തു, വിമാനത്തിന് തീ പിടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അജിത് പവാർ വിമാനത്തിലുണ്ട് എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്, അല്ലേ ഐസൺ? തീർച്ചയായും വിമാനം നമുക്കിപ്പോൾ വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിൽ നിന്നും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരവസ്ഥയിലാണ് വിമാനമുള്ളത് എന്നതാണ്. പൂർണ്ണമായും തകർന്ന് തീപിടിച്ചൊരവസ്ഥയിലാണ് വിമാനമുള്ളത്. അജിത് പവാർ വിമാനത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും ഈ പരുവത്തിലുള്ള ഒരു അപകടമാണെങ്കിൽ, ഇത്രയും ഭീകരമായൊരു അപകടമാണെങ്കിൽ സ്വാഭാവികമായും അപകടത്തിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ കുറേ കൂടി ദാരുണമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തകർന്നടിഞ്ഞ് വിമാനം തീപിടിക്കുകയായിരുന്നു. ഈ വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ, എയർപോർട്ടിൻ്റെ പരിസരത്ത് തന്നെ വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ സാങ്കേതികമായ എന്തോ തകരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ തകരാർ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന ഏത് രീതിയിലാണ്, ഏതെങ്കിലും മരത്തിലിടിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ തകരാറ് കൊണ്ടാണോ എന്നുള്ള വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അജിത് പവാർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ അവസ്ഥ ഏറെ ഭീകരമായൊരവസ്ഥയാണ്. വിമാനം തകർന്ന് അത് വളരെ അതിൻ്റെ ഫ്യൂസ്ലേജ് ഭാഗങ്ങൾ, അതായത് ആളുകൾ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് എന്ന് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. കുറേയൊക്കെ ഗൗരവമേറിയ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണുന്നത് കടുത്ത പുക ഉയരുന്നുണ്ട്. ഈ തകർന്നു വീണിടത്തു നിന്ന് കടുത്ത പുക ഉയരുകയും വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ള ബഫറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അപകടത്തിൻ്റെ തീവ്രത അല്പം കൂടുതൽ തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്രയും തീവ്രമായൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുരുതരമായൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്കും വലിയ മനുഷ്യനഷ്ടങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യത മുൻകൂട്ടി കാണാവുന്ന ഒരു അപകടമാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വീണതിന് ശേഷം അടിയന്തരമായ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി വിമാനത്തിൽ തന്നെയുള്ള പൈലറ്റുമാരുടെയും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ്മാരുടെയും ഫ്ലൈറ്റ് പേഴ്സൺസിൻ്റെയും എല്ലാം സഹായത്തോടെ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും കത്തിയെരിയുകയാണ് വിമാനമെന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കൃഷിയിടത്തിലാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ വിമാനത്താവളങ്ങളുടെ പരിസരത്ത് വലിയ ബഫർ സോണുകൾ ഉണ്ടാകും. ആ ബഫർ സോണുകളിൽ എവിടെയാണ് ഈ തകർന്നു വീണിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ മരങ്ങളോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വലിയ ഗൗരവമേറിയ സാഹചര്യമില്ല എങ്കിൽ കൂടി വിമാനം തകർന്നു വീണു എന്നത് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത തന്നെയായാണ് പുറത്തു വരുന്നത്. അമൽ, യെസ്, അതുതന്നെയാണ് ഐസൻ. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 66 വയസ്സുകാരൻ അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷികളുടെ മൊഴിയൊക്കെ ചില വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നു എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഒരു ചെറുവിമാനമാണ് തകർത്ത് വീണത്. അതിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നോ അക്കാര്യത്തിൽ ഒന്നും തന്നെ എന്തെങ്കിലും വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഐസൺ?
തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ വിമാനം തകർന്ന് വീണതിന് ശേഷം ഒരു പക്ഷേ വിമാനത്തിലുള്ളവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം വിമാനം തീപിടിച്ചതാകാം. അത്തരത്തിലുള്ള സാധ്യതകളൊന്നും തന്നെ തള്ളിക്കളയാനാവില്ല. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ചില സൂചനകൾ വരുന്നതനുസരിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് അമൽ പറഞ്ഞതുപോലെ തന്നെ ചില സൂചനകൾ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ആ പ്രദേശത്ത് കൃത്യമായി എത്തിയിട്ടുണ്ട്. വിശാലമായ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വിമാനത്തിൻ്റെ ഒരു സ്ഥിതി അല്ലെങ്കിൽ വിമാനം തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്ക് ഗൗരവമേറിയ ഒരു അപകടത്തിൻ്റെ സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയതുപോലെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചില മൃതദേഹങ്ങളൊക്കെ കിട്ടിയതായി ചില സൂചനകൾ അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണുന്നതും അത്തരം ചില ദാരുണമായ സംഭവങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അപകടം അല്പസമയം മുമ്പ്, ഏതാണ്ട് ഒരമണിക്കൂർ മുമ്പാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അപകടം സംഭവിച്ചതിനാൽ രക്ഷാപ്രവർത്തകർക്കെല്ലാം തന്നെ കുറേയൊക്കെ വേഗതയിൽ സ്ഥലത്തെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ വിമാനം പൂർണ്ണമായും അഗ്നിക്കിരയായ ഒരു സാഹചര്യം അല്ലെങ്കിൽ പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യം വാൽഭാഗം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് വിമാനത്തിൻ്റേത്, തീപിടിച്ച് തകരാത്ത രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമേറിയ ഒരു അപകടമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതീക്ഷ നൽകുന്ന കാര്യമെന്ന് പറയുന്നത് ആശുപത്രിയിലേക്ക് അജിത് പവാറിനെ കൊണ്ടുപോയത് കണ്ടു എന്നൊക്കെ പരിസരത്തുള്ളവർ പറയുന്ന സാഹചര്യത്തിൽ, ഈ വിമാനം തകർന്നു വീണ സാഹചര്യത്തിൽ ഉടൻ തന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയിരിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വിമാനം വൻതോതിൽ തകർന്നിരിക്കുന്നു. വിശാലമായ രീതിയിൽ തീപിടിച്ച അല്ലെങ്കിൽ മുഴുവനുമായി തീപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ, ഐസൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അജിത് പവാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന ഒഫീഷ്യൽ കൺഫർമേഷനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ എന്താണ്, ആരോഗ്യനില എങ്ങനെയാണ് എന്നതിൽ മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ള വാർത്ത. ഐസൺ, തീർച്ചയായും ഔദ്യോഗികമായി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കൺഫർമേഷൻ വരുന്നുണ്ട്. കാരണം ഉപമുഖ്യമന്ത്രിയുടെ വിമാനമാണ് ഇറങ്ങാൻ വരുന്നത് എന്ന് എയർ ട്രാഫിക് കൺട്രോളിലെല്ലാം തന്നെ കൃത്യമായി ഇൻഫോം ചെയ്തിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടായാൽ മാത്രം, അതായത് ബോർഡിംഗ് പോയിന്റിൽ നിന്നും ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ VIP കയറിയാൽ മാത്രമാണ് അത്തരത്തിൽ VIP വിമാനത്തിൻ്റെ ഷെഡ്യൂളിൽ ആ വിമാനം പറക്കുക. സ്വാഭാവികമായും അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ വിമാനത്തിൽ VIP കയറുന്ന നിമിഷം മുതൽ ലാൻഡ് ചെയ്യുന്ന പൊസിഷനിലും അതിൻ്റെ ബന്ധപ്പെട്ട ഏരിയകളിലെല്ലാം തന്നെ ലഭ്യമാകും. അത്തരത്തിലുള്ള കൺഫർമേഷൻ നേരത്തെ തന്നെ വന്നിരുന്നു. അത് പ്രത്യേകിച്ചും ഒരു VIP ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിനെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റി, അതല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഇനിയും വരേണ്ടത്. നിലവിൽ നമുക്ക് ദൃക്സാക്ഷി മൊഴികൾ മാത്രമാണുള്ളത്. പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിലൊന്നും തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ നിലവിലെ സാഹചര്യം, അത് അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയെന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചോ ഒന്നും തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും ഭീകരമായൊരു അപകടം അല്ലെങ്കിൽ ഇത്രയും നാശം വിതച്ച ഒരു അപകടമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അമൽ.